ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി പനീർ ബട്ടർ മസാലയാണ്. ഇത് റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്ന പോലെ ക്രീമി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. നോൺ വെജ് ഇഷ്ടമല്ലാത്തവരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ കറിയിൽ ചിക്കൻ ഇട്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് പനീർ ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ കറി വെക്കുമ്പോൾ. പനീർ ഇഷ്ടമുള്ളവർ മസ്റ്റായിട്ട് ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ വീട്ടിലുണ്ടാക്കാം. ഞാനൊരു സീക്രട്ട് ടിപ്പ് ഷെയർ ചെയ്യുന്നുണ്ട്, വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഓണിയൻ, ടൊമാറ്റോ, ഗാർലിക്, പിന്നെ കുറച്ച് കാശ്മീരി മുളകും എടുത്തിട്ടുണ്ട്. ഇനി ഒരു സോസ് പാൻ വെച്ചിട്ട് അതിലത്തേക്ക് 2 ടീസ്പൂൺ അങ്ങനെ ബട്ടർ ആഡ് ചെയ്യാം. ഇതിലത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ, ഒരു 1/4 ടീസ്പൂൺ അങ്ങനെ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. എന്നിട്ട് ഇതൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലത്തേക്ക് പനീർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എല്ലായിടെയും മസാല പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു ബ്രൗൺ കളറാവും. അപ്പം ഇത് വേറൊരു പാനിലേക്ക് എടുത്ത് മാറ്റാം. ഇതിലത്തേക്ക് ഈ ഒരളവിൽ ബട്ടർ ചേർക്കുക. എന്നിട്ട് ഇതിലത്തേക്ക് ചെറിയ ജീരകം ഇട്ടിട്ട് പൊട്ടിക്കണം. പിന്നെ ഇതിൽ കാണുന്ന പോലെ 3 ഏലക്ക, 4 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം സിനമൺ, പിന്നെ 8-10 കാശ്മീരി മുളക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതൊന്ന് ജസ്റ്റ് സോട്ടായി കഴിഞ്ഞാൽ ഇതിലത്തേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ഞാൻ 12 അല്ലി വെളുത്തുള്ളി, പിന്നെ 3 ടൊമാറ്റോ, 2 ഓണിയൻ, ഇത്രയൊക്കെയാണ് എടുത്തത്. ഇത് ഫുള്ളായിട്ട് പാനിലിട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ഇതിലത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും പിന്നെ 1/4 കപ്പ് കാഷ്യൂ നട്ട്സും ചേർത്ത് കൊടുക്കണം. അതെൻ്റെ അടുക്കുന്ന മിസ്സായിപ്പോയി. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പം 1/4 കപ്പ് കാഷ്യൂ നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് ടൈം മൂടി വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ ഇതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാനൊരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയിലേക്ക് മാറ്റി കൊടുക്കണം. ഇത് ചൂടാറിയിട്ട് മാറ്റി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചൂടോടെ തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലത്തേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ചൂടാറിയ ശേഷം അരച്ചെടുക്കുക. ഇനി ഒരു സോസ് പാൻ വെച്ചിട്ട് വീണ്ടും ബട്ടർ ആഡ് ചെയ്യുക. എന്നിട്ട് അതിലത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ അങ്ങനെ മുളക് പൊടി ആഡ് ചെയ്യണം. അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അരപ്പ് അതിലത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടിത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചിട്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒഴിച്ച് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലത്തേക്ക് 1/4 ടീസ്പൂൺ പെപ്പറും നമ്മൾ മാറ്റി വെച്ച പനീറും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഈ ഒരു ടൈമിൽ എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ 1 ടേബിൾ സ്പൂൺ അങ്ങനെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യണം. ഇനി ഇതിലത്തേക്ക് 1 ടീസ്പൂൺ അങ്ങനെ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ചെയ്യുന്നൊരു ടിപ്പാണ് പറയുന്നത്. ഇതുപോലെ കുറച്ച് കസൂരി മേത്തി എടുത്ത് ചൂടാക്കണം. എന്നിട്ട് അതിതുപോലെ പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും കറിക്ക്. അപ്പോൾ കറി അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിലത്തേക്ക് കുറച്ച് ബട്ടർ ഒന്ന് മേലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും, നല്ല ക്രീമി ടെക്സ്ചറാണ്. കാണുന്ന പോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കസൂരി മേത്തി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും, നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇത് നല്ല ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് കുട്ടികൾക്ക് നല്ലവർക്ക് ഇഷ്ടപ്പെടും. ഇതിൻ്റെ ലുക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലെ ആ ഒരു ടെക്സ്ചറിലാണ് ഉള്ളത്. ഇത് ചപ്പാത്തി, ഭട്ടൂര, നാൻ, പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. ബൈ.